let's break up. എന്ത് ബ്രേക്കപ്പോ? മനു മനു Break up, break up. Hey, break up. എന്താടാ എന്നെ ഒന്നും നോക്കാത്ത? ടീച്ചർ Other side down. Vaporization is opposite of condensation. Got it? ഓക്കേ ടീച്ചർ. All right. Okay, students. That's all for today. You all please leave now. Okay, bye. ബൈ ടീച്ചർ. ബൈ ടീച്ചർ. ഇവന്റെ അടുത്ത് എങ്ങനെയാ ഒന്ന് സംസാരിക്കുന്നേ? ഹലോ ഹലോ, നിങ്ങൾ തന്നെയാ? ഹലോ മിസ്റ്റർ, ബോൾ 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 എടുക്കാൻ. ഇവനെന്താ ഇങ്ങനെ വെട്ടുപോത്തിനെ പോലെ? ഹലോ, ഞാൻ സ്റ്റെല്ലയാ സംസാരിക്കുന്നത്. റോങ് നമ്പർ. ഹലോ ഹലോ, പ്ലീസ് 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 2 minutes കട്ട് ചെയ്യരുത് പ്ലീസ്. മനു, നിന്നെ ഒരുപാട് ഇഷ്ടമാ. ഞാനിത് നിന്നോടൊന്ന് പറയാൻ കുറെ നാളായിട്ട് കാത്തിരിക്കുവായിരുന്നു മനു. പക്ഷെ നീ ആണെങ്കിൽ ഏത് നേരവും കുടിച്ചോണ്ടല്ലേ നടക്കുന്നേ. അപ്പൊ നീ എത്രത്തോളം ആയിരിക്കും ജനിയെ സ്നേഹിച്ചത് ഇങ്ങനെ സ്വബോധം ഇല്ലാതിരിക്കാൻ? ശരിക്കും നിനക്ക് എന്ത് കുറവാ ഉള്ള മനു? കാണാനാണെങ്കിൽ നല്ല സുന്ദരൻ, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. നിന്നെ നഷ്ടപ്പെടുത്തിയതിൽ അവളാണ് ശരിക്കും വിഷമിക്കേണ്ടത്. നമ്മൾ സ്നേഹിക്കുന്നവരെക്കാൾ നമ്മളെ സ്നേഹിക്കുന്നവരെ കിട്ടിയാൽ ഭാഗ്യമാണെന്നാ പറയാറ്. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് മനു. ഇനി എത്ര നാളാ നീ അവളെ ഓർത്തിങ്ങനെ ജീവിതകാലം മൊത്തം കഴിയാൻ പോകുന്നേ? മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടിയെങ്കിലും നീ ഒന്ന് മാറ്. ഞാൻ നിനക്ക് വേണ്ടി നാളെ 10 മണിക്ക് ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യും. നീ വന്നില്ലെങ്കിൽ അതായിരിക്കും എന്റെ അവസാനത്തെ കാത്തിരിപ്പ്. ജനി ചെയ്ത തെറ്റ് നീ ചെയ്യില്ലെന്ന് കരുതുന്നു. ജാനു, വേഗം വാ. Definition of style. They don't mess around. Let me tell you, all you see was just a trailer. Ladies call me heartbreaker. For bad guys, Joe Breaker. So hold it tight for the jaw dropping, show stopping thriller. എങ്ങനെ പ്രാർത്ഥിക്കാന്ന് പോലും അറിയില്ല. ഇത്രയും നേരം നീ എന്തെടുക്കുവായിരുന്നടി? ഇങ്ങനെ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് വല്ല നിയമം ഉണ്ടോ? കാര്യം സാധിച്ചു കിട്ടിയാൽ മതി. അതൊക്കെ പോട്ടെ, എന്ത് കാര്യം അത്? പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നടക്കില്ലെന്നാണ്. ജാനു, ഐ ലവ് യു. ദൈവം ഇത്രയും പെട്ടെന്ന് കണ്ണു തുറന്നല്ലോ. ഹലോ, എത്ര ദിവസമായി ഇങ്ങനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്? ജസ്റ്റ് ഇപ്പോ 5 minutes മുന്നേ കണ്ടത്. ചർച്ചിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്റ്റൈൽ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാ ഞാൻ പ്രപ്പോസ് ചെയ്തത്. വാട്ട്? ഒന്നൂടെ പറഞ്ഞേ. ഐ ലവ് യു ജാനു. ഹലോ, നിന്റെ പിരി ലൂസായോ? കണ്ടോടനെ വന്ന് പ്രപ്പോസ് ചെയ്താ അതെങ്ങനെ ലവ് ആകും? ഇത് ജസ്റ്റ് അട്രാക്ഷനാ. ലവ് എന്ന് പറഞ്ഞാൽ വി ഷുഡ് നോ ഈച്ച് അതർ. അറ്റ്ലീസ്റ്റ് നിന്നെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലെങ്കിലും എന്നെ കുറിച്ച് നീ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെക്കേണ്ടതല്ലേ? ഞാൻ ആരാണ്, എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആണോ അല്ലയോ എന്നൊക്കെ അറിയേണ്ടതല്ലേ? എനിക്ക് നിന്റെ പേര് പോലും അറിയില്ല. നിന്റെ പേരെന്താ? ഇതിന്റെ പേര് കളിക്കുന്ന തോന്നുന്നു.
എടാ ജെനി എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഡാ, നീ ആ പെണ്ണിനെ ആലോചിച്ചിരുന്നു എക്സാം പോലും നന്നായിട്ട് എഴുതുമെന്ന് എനിക്ക് സംശയം. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നന്നായിട്ട് എഴുതാൻ നോക്ക്, അല്ലെങ്കിൽ എല്ലാത്തിനും പൊട്ടും. എടാ ഞാൻ എഴുതിയിട്ടുണ്ടടാ. എന്റെ പൊന്നളിയാ, നീ എത്ര കഷ്ടപ്പെട്ടാ പഠിച്ചെന്ന് എനിക്കറിയാം. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണോ ചിന്തിക്കുന്നത്? ഇപ്പൊ ആര് നന്നായിട്ട് എക്സാം എഴുതുന്നു അവരായിരിക്കും റാങ്ക് ഹോൾഡർ. ഈ നേരത്ത് നീ ആ പെണ്ണിനെ കുറിച്ച് ആലോചിച്ചിരുന്നാ എന്റെ നടി വാങ്ങിക്കും, പറഞ്ഞേക്കാം ഞാൻ. എടാ ഞാൻ പറഞ്ഞെന്നല്ലല്ലോ, ഇനി എവിടെ കാണാനാ? ഈ സെന്റർ എവിടെയാണോ എന്തോ. പറഞ്ഞ പോലെ അവളുടെ സെന്റർ ഇവിടെയാണോ എന്തോ ആർക്കറിയാം. ഡാ മനോ, എടാ ദേ അവളാടാ ജെന്നിഫർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ ചേട്ടാ. ഓക്കെ ബൈ. എടാ നിന്റെ നാക്ക് ശരിക്കും കരിനാക്ക് തന്നെയാടാ അളിയാ. താങ്ക്സ് ഡാ. എന്റെ നാക്ക് കരുനാക്കോ? ഡാ ഡാടാ നിക്കവിടെ. ഹലോ യെല്ലോ ചുരിദാർ, ജെന്നിഫർ. എന്നെ ഓർമ്മയില്ലേ അന്ന് RSC കോളേജിൽ എക്സാം എഴുതാൻ വന്നപ്പം അമ്പലത്തിന് മുന്നിൽ ഇയാളുടെ പേര് ഗസ് ചെയ്തത്? അറിഞ്ഞൂടാ. ജെന്നിഫർ. ഐ ഡോണ്ട് നോ. സർ കഴിഞ്ഞു സർ. നിങ്ങൾ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പോരാ, ടൈം ആവണം. സർ പ്ലീസ് സർ, അർജന്റായിട്ട് പോകാൻ ഏജൻസി ആണെങ്കിലും പുറത്തു പോകാൻ പറ്റില്ല. സർ പ്ലീസ് സർ. അവിടെ ഇരിക്കൂ. വരച്ചത് മതി, കഴിഞ്ഞെങ്കിൽ തന്നിച്ച് പോവാൻ നോക്ക്. താങ്ക് യു സർ. നന്നായിട്ട് എഴുതിയോ നീ? ഹലോ യെല്ലോ ചുരിദാർ. ഞാൻ സംസാരിക്കുമെന്ന് കരുതിയോ എന്റെ ചേട്ടൻ കൂടെയുള്ളപ്പോ? അല്ല അത് ഒന്ന് വേഗം പറ, എനിക്ക് പോണ്ടേ. ആ, അല്ല അല്ല എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഫീസ് അടച്ചതല്ലേ എന്ന് കരുതി എന്തൊക്കെയോ എഴുതിട്ട് ഞാൻ വന്നു. എന്തായാലും കാലിക്കറ്റ് NIT എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്റെ കോളേജ് ടോപ്പറാ. അതല്ല, നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഡോണ്ട് വറി, നീ എന്തിനാ ഫീൽ ചെയ്യുന്നത്? ലോക്കൽ കോളേജ് എന്തായാലും നിനക്ക് സീറ്റ് കിട്ടുമെന്നുള്ളത് ഉറപ്പാ. എല്ലാവർക്കും എന്നെ പോലെ NIT കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടാ. ശരി എന്നാ ബൈ കേട്ടോ. അതെ അത് പിന്നെ മിനിഞ്ഞാന്ന് ഇയാളെ ആദ്യമായിട്ട് എൻട്രൻസ് എക്സാമിന് കണ്ടപ്പോ ആക്സിഡന്റിലാന്ന് വിചാരിച്ചു കേട്ടോ. എന്നാ വീണ്ടും ഇയാളെ ഒന്നുകൂടെ കണ്ടുമുട്ടിയപ്പോ കണ്ടുമുട്ടിയപ്പോ അതായത് ദൈവം നമുക്കിടയിൽ എന്ത് തീരുമാനിച്ച പോലെ ലോങ് ലാസ്റ്റിംഗ് മാജിക്കൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത പോലെ ഉണ്ടല്ലേ. പിന്നെയും കണ്ടുമുട്ടുമ്പോ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. അല്ല വീണ്ടും എപ്പോഴാന്നൊന്ന് പറയോ? ഞാൻ വേറെ എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. ഞാനും ചെയ്തിട്ടില്ല. ഇയാളുടെ ഫോൺ നമ്പർ എങ്കിലും ഒന്ന് തന്നിട്ട് പോടോ. തരൂല. ഇയാൾക്ക് അഡ്രസ് എങ്കിലും പറഞ്ഞിട്ട് പോകൂടെ? ഗോഡ്, മാജിക് എന്നല്ലേ നീ പറഞ്ഞേ? എന്നാലേ ഒരു ക്ലൂ തരട്ടെ. ഗണപതി അമ്പലത്തിന്റെ അടുത്താണ് എന്റെ വീട്. ഈ ക്ലൂ മാത്രം മതി. ഡാ, ഗണപതി ഇല്ലാത്ത അമ്പലം എവിടെയാടാ ഉള്ളേ? ഇവിടുത്തെ എല്ലാ സ്ട്രീറ്റിലും അമ്പലമുണ്ട്. ഏത് അമ്പലത്തിലാണെന്ന് വെച്ച് അന്വേഷിക്കുന്നത്? പ്രണയത്തിന് വേണ്ടി 7 കടലും താണ്ടി പോകുന്നവരുണ്ടടാ. നീ കണ്ടോ, അവിടെ മുഴുവൻ അരിച്ചു പെറുക്കി അവളുടെ വീട് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇനി എനിക്ക് നടക്കാൻ വയ്യടാ. ഇതിപ്പോ പകുതി വേറെ ആണല്ലോ. എന്റെ ഗണപതി, ഈ മണ്ടം മനോയെ സഹായിക്കാൻ മനസ്സുണ്ടാവണേ. ആ ജെനിഫറിന്റെ അഡ്രസ് ഒന്ന് കാണിച്ചു തന്നാ മതി. ഞാനൊരു 100 ഏത്ത് വിട്ടേക്കാവേ. സത്യമായിട്ട് പറഞ്ഞതാ. ഡാ സത്യം. ഡാ കുമ്പോടോട്ട് ആൾക്കാരും എത്തിയല്ലോ. അമ്മ
അമ്മ ഞാൻ കുംഭകോണം കണ്ടിട്ട് വരാം. സൂക്ഷിച്ചു പോണേ. എന്റെ നാട് ഇത്ര വലുതാണെന്ന് നിന്നെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഐ ലവ് യു ജെനി. ഇങ്ങനെ 3 പ്രാവശ്യം കണ്ട് സംസാരിച്ചപ്പോ തന്നെ പ്രേമമാണെന്ന് എങ്ങനെ പറയാ? പ്രേമം എന്തെന്നാൽ ഒരാളെ മനസ്സിലാക്കുന്നതാണ്. അത് അനുഭവിച്ച